ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ പത്തിൻ്റെയിൽ ഞങ്ങളെ കോട്ടയത്തിനടുത്ത് നല്ല മഴയായിരുന്നു രാവിലെ തന്നെ. മോളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീനെടുത്ത് നമുക്ക് KFC സ്റ്റൈലിൽ പൊരിച്ചാലോ എന്ന്. അരപ്പ് പുരട്ടി വെച്ചേക്കുന്നതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, നാരങ്ങാനീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുരട്ടി വെച്ചിരിക്കുകയാണ് നേരത്തെ. ഇത് ബ്രെഡ് ക്രംസ് ആണ്, ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചതാണ്. ഇത് മുട്ടയിൽ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മുക്കി പൊരിക്കാൻ പോകുന്ന മുട്ടയുടെ മിക്സ്ചർ. ആദ്യം ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ച് അത് ചൂടാകുമ്പോൾ ഫിഷിൻ്റെ ഓരോ പീസും എടുത്ത് ഇതുപോലെ മുട്ടയുടെ മിക്സ്ചറിൽ നല്ലപോലെ മുക്കിയെടുത്തിട്ട് നേരെ ബ്രെഡ് ക്രംസിലോട്ട് വയ്ക്കുക. അത് ഫുള്ള് കവറായി കഴിഞ്ഞ് ചൂടായ എണ്ണയിലോട്ട് എല്ലാ പീസും ഇതുപോലെ കവർ ചെയ്ത് ഇടുക. ചൂടായിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കുക മതി. ഷാളോ ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. മുട്ടയുടെ മിക്സ്ചറിൽ എല്ലാ പീസും ഇതുപോലെ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുക. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ചൂടായ എണ്ണയിലോട്ട് എല്ലാ പീസും ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ആദ്യം തന്നെ അതിനൊരു KFC ലുക്ക് വന്ന കണ്ടോ. എണ്ണ നല്ലപോലെ ചൂടായിരിക്കുകയായിരുന്നു, അതുകൊണ്ട് എല്ലാ പീസും പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു. അത് ചില പീസ് 2-3 പീസ് കരിഞ്ഞും പോയി. കുഴപ്പമില്ല, ഇത് നല്ല ടേസ്റ്റുള്ളതാണ്. ഇച്ചിരി കരിഞ്ഞു പോയാലും കുഴപ്പമില്ല. എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും KFC മേടിച്ച് തിന്നേണ്ട കാര്യമൊന്നുമില്ല. KFC ഫിഷ് ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എല്ലാ പീസും ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പാകത്തിന് മൊരിച്ചത്. വേവ് കുറവുള്ള മീനാണ്, അപ്പം നല്ല പാകത്തിന് നിങ്ങളുടെ ആവശ്യമുള്ള മൊരിയിലിന് തിരിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഷാളോ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനൊന്ന് പാനൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഫ്രൈ പാൻ. അപ്പോൾ എണ്ണ എല്ലായിടും ഒരുപോലെ വന്നിട്ടത് നല്ലപോലെ ഫ്രൈ ആവാൻ ഹെൽപ്പ് ചെയ്യും. എണ്ണയിൽ നിന്ന് നമുക്ക് ഈ പീസെല്ലാം ദാണ്ടെ പാകത്തിന് മൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കൊതിയാവും ഇത് തിന്നാൻ. കണ്ടില്ലേ, നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കൂടെ ഞാൻ ഒരു ഒണിയൻ ഇതുപോലെ റിങ്ങായിട്ട് കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ തിന്നാൻ. കൂടെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മയണൈസ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള മയണൈസാണ്, വെജ് മയണൈസ്. നല്ല ടേസ്റ്റാണ്. ഈ മയണൈസിൽ മുക്കി നമുക്ക് ഈ ഫ്രൈ തിന്നാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും തിന്നാം, എല്ലാം ചപ്പാത്തിയുടെ കൂടെ എല്ലാം തിന്നാം. നല്ല ടേസ്റ്റാണ് ഇത്. കണ്ടില്ലേ. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.